ശമ്പള വിതരണം ഒരാഴ്ചയാകുമ്പോഴും സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും പണം പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭൂരിഭാഗം ട്രഷറികളിലും ആവശ്യമായ നോട്ടുകൾ കിട്ടിയിട്ടില്ല. മലബാർ മേഖലയിലാണ് പ്രതിസന്ധി കൂടുതൽ. 1,27 ലക്ഷം രൂപ ആവശ്യപ്പെട്ട പേരാമ്പ്ര ട്രഷറിയിൽ കിട്ടിയത് 27 ലക്ഷം മാത്രം. ശമ്പളം വാങ്ങാൻ വന്നവർ ബഹളം വയ്ക്കുന്ന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ ഭൂരിഭാഗം ATMകളും പ്രവർത്തിക്കുന്നില്ല. ക്യാഷില്ല, ATM ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ആകെ 2 ATM വർക്ക് ചെയ്യുന്നുള്ളൂ. ATM പോയാൽ 2000 നോട്ടേ ഉള്ളൂ. ഇവിടെ അതുമില്ല. ബാങ്ക് അടുത്തായിട്ട് ഇവിടെ ഇവർക്ക് കാശ് ഫില്ല് ചെയ്യാൻ ഒന്നുമില്ല. റിസർവ് ബാങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ATMൽ നിറച്ചാൽ ക്യാഷ് എടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും ദിവസമായില്ലേ, എന്നിട്ട് പോലും ഇപ്പം നമ്മളിപ്പോൾ ചെറിയ പ്രിന്റിങ്ങിൻ്റെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല, ഫാസ്റ്റായിട്ടൊന്നും നടക്കുന്നില്ല. അപ്പം നമ്മുടെ ഒരു തരം പിടിച്ച് കെട്ടിയതുപോലെ ആയിപ്പോയി. സാലറി വരുന്ന ദിവസമാണ് ഇത് നോക്കിയിട്ട് ഇന്ന് എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ക്യാഷ് ഇല്ല അക്കൗണ്ടിൽ. There's no money inside the thing. I've tried 2 more ATM machines there. I went and met the manager also. He also said he's not giving any proper answer. കാശുള്ള ATMകളിലും ബാങ്കുകളിലും നീണ്ട നിരയും ദൃശ്യമാണ്. ATMൽ നിന്ന് ATMകളിലേക്ക് ഓട്ടത്തിലാണ് ജനങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.